ഹേ ഗായ്സ്, വെൽക്കം ടു കണ്ണൂർ വ്ലോഗ് പാർട്ട് 2 സൽക്കാരം നൈറ്റ്. അപ്പൊ എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളെ ഓൾറെഡി നവീച്ച വന്ന് പിക്ക് ചെയ്തിരുന്നു. അവിടെ നമ്മൾ നേരെ വിട്ടത് നവീച്ചയുടെ വീട്ടിലോട്ടാണ്. കാരണം നമ്മൾ ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ടായിരുന്നു. സോ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ കയറുന്നതിന് തന്നെ മുമ്പ് ഫുഡ് കഴിക്കാനാണ് പോയത്. അപ്പൊ അത് അടിപൊളി സദ്യ ചേട്ടന്മാർ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ പൊന്നിയരിയൊക്കെ വെച്ചിട്ടുള്ള ഒരു സദ്യയായിരുന്നു. നമ്മളൊന്നും കഴിക്കാത്തതുകൊണ്ട് നമുക്കിത് സ്വർഗ്ഗമായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് വയറ് നിറച്ച് സദ്യ കഴിച്ചു. ഇപ്പോ ഓരോ കറി ഇടുന്നതനുസരിച്ച് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവൾമാരോട് പറയുന്നുണ്ട് കഴിക്ക് എന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരുന്നപ്പോ അവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടു. പഴയ തട്ടുകട സെറ്റപ്പ്, ചായയൊക്കെ ഉണ്ടാക്കി തരുന്നതും പിന്നെ കുറച്ച് വടയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ്. ചായ പിന്നെ നമുക്ക് എന്നും ഒരു വീക്ക്നെസ് ആണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ വിട്ടില്ല. ചോറ് കഴിച്ച ഉടനെ തന്നെ ചേട്ടനോട് പറഞ്ഞു ഒരു ചായ എടുക്കാൻ. അങ്ങനെ ചേട്ടൻ നമുക്ക് വേണ്ടി ചായ എടുക്കാണ്. സത്യം പറഞ്ഞാൽ ഇത് നൈറ്റിലേക്കുള്ളതാണ്. പക്ഷെ നമുക്കിത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ നമ്മൾ നേരെ പോയി ചായ വാങ്ങിച്ചതാണ്. അപ്പൊ ഇവിടുത്തെ ഇങ്ങനെ കുറച്ച് പക്വടയും അങ്ങനെ കുറച്ച് കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ വിട്ടത് നമ്മുടെ സ്റ്റേ ഉള്ള സ്ഥലത്തോട്ടാണ്. നവീസിന്റെ വീട്ടിൽ നിന്ന് ഒരു കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട്. ഒരു ബാബു സോം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തായിരുന്നു നമുക്ക് സ്റ്റേ. അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ. നല്ല കംഫർട്ടായിരുന്നു. നമ്മൾ അവിടുത്തെ ഓണറാണ് ഇതാ ഈ ചേച്ചി. ആ ചേച്ചി ആയാലും അടിപൊളിയായിരുന്നു. നമ്മുടെ നല്ല കാര്യമായിരുന്നു. അപ്പൊ നമ്മൾ നേരെ ഉറങ്ങാനുള്ള പ്ലാനിലാണ് സ്റ്റേയിലോട്ട് വിട്ടത്. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഒറ്റ സ്ട്രെച്ചിൽ നിന്നാണ് നമ്മൾ വന്നത്. അപ്പൊ നമ്മളും പിന്നെ നമ്മുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ള 3 പേരുണ്ടായിരുന്നു. അവരോടായിരുന്നു അവിടെ സ്റ്റേ ചെയ്തത്. നമ്മൾ നേരെ പോയി കിടന്നുറങ്ങി. പിന്നെ നമുക്ക് ഇതിന്റെ സൽക്കാരത്തിന് പോകണമല്ലോ. അപ്പൊ ഞാൻ ഇട്ട ഡ്രസ്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. അപ്പൊ നമ്മൾ നേരെ വിട്ടത് നവീച്ചയുടെ വീട്ടിലോട്ടാണ്. അപ്പൊ ദാ നവീച്ച അവിടെ സുന്ദരിയായിട്ട് ഒരുങ്ങി നിപ്പുണ്ടായിരുന്നു. അപ്പോ ഞാൻ വ്ളോഗ് എടുക്കുന്നതിനാണ് ഈ ഹായ് കാണിക്കുന്നത് എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ലൈറ്റിങ്ങിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളിയായിരുന്നു. ഭയങ്കര ഒരു എസ്തെറ്റിക് ഫീൽ ആയിരുന്ന ഒരു എന്താ പറയാ, നമുക്ക് ഫോട്ടോ എടുക്കാനാണെങ്കിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കും. അത്ര അടിപൊളി ലൈറ്റിംഗ് ആയിരുന്നു. ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നതിനാണ് അവർ മുഖം പൊത്തുന്നത്. പിന്നെന്താ പറയാ, നമ്മുടെയൊക്കെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആലപ്പുഴയാണ്. സോ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞതിന് പിറ്റേ ദിവസം റിസപ്ഷൻ ആണുള്ളത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്. റിസപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇല്ല ഇവർക്ക് തലേ ദിവസം സൽക്കാരം എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അപ്പൊ ദാ നവീഷയുടെ ചേട്ടനാണ് ആ ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ളത്. അവിടെ നിന്ന് അവർ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സൈഡിലായിട്ട് ഒരു ചെറിയൊരു ക്യൂട്ട് എന്താ പറയാ, ഒരു മിനിയേച്ചർ പോലത്തെ ഒരു ഫോട്ടോസ് സെക്ഷനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് നേരെ എന്താ പറയാ, ഫോട്ടോ എടുക്കാനുള്ളൊരു തിരക്ക് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പൊ നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. കാരണം അപ്പൊ നമ്മളിങ്ങനെ എന്താ പറയാ, ഫോട്ടോ എടുക്കാനുള്ള ഇതിൽ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അവിടുത്തെ കുറച്ച് തിരക്ക് മാറിയിട്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ ഇതാ നമ്മൾ ഫോട്ടോസ് എടുക്കാനായിട്ട് പോകണം. അപ്പൊ അവിടെ അടിപൊളി ക്യൂട്ടായിട്ട് അവരുടെ രണ്ടുപേരുടെയും കൂടെ ഒരു പിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ, നമ്മുടെ കല്യാണ ചെക്കൻ. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോവാണ്. വീണ്ടും ഞാനിങ്ങനെ ലൈറ്റിങ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് മതിയാവുന്നില്ല. അത്ര അടിപൊളിയായിരുന്നു ഗൈസ്. ഈ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ. ഞാനിപ്പോ 6:15 ചവിട്ടി, അതിനാണ് ഈ തൊട്ട് കഴുതത്. വീണ്ടും അങ്ങോട്ട് നടക്കുകയാണ്. അപ്പൊ എന്താ, നമ്മള് നേരത്തെ ചായ കുടിച്ചില്ലേ, ആ സെറ്റപ്പ് ഇപ്പോഴാണ് ശരിക്കും മെയിൻ ആ സെറ്റപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വീണ്ടും ചായ കുടിക്കാനായിട്ട് അങ്ങോട്ട് പോയി. അവിടെ പക്കോടൊക്കെ ഉണ്ടായിരുന്നു, അത് നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞതാ ഇത് നമ്മുടെ ജൂനിയർ ആണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നവീച്ചയുടെ അമ്മയാണിത്. അപ്പൊ നമ്മൾ ആ അമ്മയോട് സംസാരിച്ചു. ഞാൻ വീഡിയോ എടുക്കുന്നതിന് അമ്മ നോക്കി ചിരിക്കുകയാണ്. അപ്പൊ ദാ ഇവിടെ ഇതാണൊക്കെ ഒരു സെറ്റപ്പുകൾ ഉണ്ടായിരുന്നു. അവിടെ നമുക്ക് ഇങ്ങനെ ഇരിക്കാം, ഒരു കൂടാരം പോലെ. അപ്പൊ നമ്മൾ ആനന്ദിനെ കൊണ്ട് നമ്മൾ ഇരിക്കുന്നതിന്റെ വീഡിയോ എടുപ്പിക്കുകയാണ്. നല്ല രസമില്ല, എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട്. നല്ല രസമായിരുന്നു. നമ്മൾ കുറെ ഫോട്ടോസും ഒക്കെ എടുത്തു, കുറച്ച് വീഡിയോസും എടുത്തു. എന്തോ നീരജ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നീരജ. ആനന്ദ് സെൽഫി എടുക്കുക, അതിനിടയ്ക്കാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലത്തോട്ടാണ്. നമുക്ക് വീണ്ടും നല്ല വിശപ്പായി. അപ്പൊ അവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ റൈസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചത് എനിക്ക് തോന്നുന്നു പൊറോട്ടയും അല്ല, ഞാൻ കഴിച്ചത് അപ്പവും റൈസും ആയിരുന്നു. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെന്താ
പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. മൈസൂർ പാവ്, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല വയറ് നിറച്ച് ഫുഡ് കഴിച്ചു എന്തായാലും. അങ്ങനെ നമ്മൾ ഇതാ ഫുഡൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുകയാണ്. വീണ്ടും നമ്മൾ പഴയ സ്ഥലത്തോട്ട് വന്നു. അപ്പോൾ അഞ്ജുവിന്റെ സെയിം ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനാണ് ആ കുട്ടീനെ സൂം ചെയ്ത് വീഡിയോ എടുത്തിട്ട് അഞ്ജുവിനെ കാണിക്കുകയാണ്. ഞാൻ അഞ്ജു ചിരിക്കുന്നത്. അപ്പൊ ഈ കുഞ്ഞ് വാവേനെ കണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഈ വാവയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അൽസ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരുന്നു. നമ്മൾ കാറ്റ് കിട്ടുന്നത് നോക്കി എനിക്ക് വന്നിരിക്കുകയാണ്. ഇതാ വാവേനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ അടിപൊളി ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം നവീച്ചെന്ന് വിളിച്ചു, പക്ഷെ നമ്മളിതിനെ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് നമ്മളും പോയി. അടിപൊളിയായിരുന്നു അവിടെ. നമ്മൾ ഡാൻസ് കളിച്ചു. ഭയങ്കര ഒരു വൈബായിരുന്നു. എന്താ പറയാ, തലശ്ശേരി വൈബായിരുന്നു. ഡാൻസ് കളിച്ച് കുറേ ലേറ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോയത്. അങ്ങനെ നമ്മൾ നേരെ സ്റ്റേജിലോട്ടാണ് വിട്ടത്. അപ്പൊ അടിപൊളി ഡാൻസ് ആണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ കല്യാണ ഡേയിൽ സാരിയാണ് എടുക്കുന്നത്. അതിന്റെ കുറച്ച് പരിപാടിയുണ്ട് വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ നേരെ നമ്മൾ വീട്ടിൽ നമ്മുടെ സ്റ്റേജിലോട്ടാണ് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട്. ഞാൻ ഒരു ട്രൈപോഡ് കൊണ്ടായിരുന്നു, ഒരു ഉപകാരം പറ്റില്ല. അപ്പൊ കല്യാണം വ്ളോഗായിട്ട് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.